ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വ്ളോഗിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കർണാടകയിലെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കായ യെല്ലൂർ ഫോർട്ടിലേക്കാണ്. രാജ്ഹൻസ്ഗഡ് എന്നായിരുന്നു ഈ ഫോർട്ടിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ കോട്ട സ്ഥാപിച്ചത് 12-ാം നൂറ്റാണ്ടിൽ റാത്ത രാജവംശത്തിൻ്റെ രാജാവായ ബിച്ചി രാജാവായിരുന്നു. പിന്നീട് അത് അസദ് ഖാൻ ലാരി എന്ന് പറയുന്ന മറ്റൊരാൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് 2500 അടിയാണ് കേട്ടോ, അഥവാ 760 മീറ്റർ. ഇത് പണ്ട് ശത്രുക്കളുടെ നീക്കമൊക്കെ നിരീക്ഷിക്കാനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു നിരീക്ഷണ പോയിന്റ് കൂടിയാണ്. ഇത്രയൊക്കെയാണ് ഗൈസ് എനിക്ക് ഈ കോട്ടയെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ ഏറ്റവും മേലെയായിട്ട് നമുക്ക് കോട്ട കാണാൻ സാധിക്കുന്നുണ്ട്. ഗൈസ്, പോകുന്ന വഴി പറയാതിരിക്കാനേ വയ്യ, അടിപൊളി. നല്ല റോഡിൻ്റെ 2 സൈഡും നല്ല പച്ച വിരിച്ച് കിടക്കുകയാണ്, നല്ല ഗ്രീനറി. അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ടൈമില്ലായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ യെല്ലൂർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് യെല്ലൂർ ഫോർട്ടിൻ്റെ ഫ്രണ്ട് വശം. ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് നോക്കുമ്പോൾ പോലും നമുക്ക് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ല, നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത്. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് പേര് അതിൻ്റെ മുന്നിലെ കൂടിയുള്ള ഒരു ചെറു വഴിയിലെ കൂടി നടന്നു പോകുന്നത് കണ്ടേ. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്കും ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ. അങ്ങനെ ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങളും അങ്ങോട്ടേക്ക് നടന്നു നോക്കി. പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ താഴേക്ക് നോക്കുമ്പോൾ നല്ല താഴ്വര കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഒടുക്കത്തെ കാറ്റായിരുന്നു. കാറ്റുകൊണ്ട് ഞാൻ സ്റ്റൈലാക്കി വെച്ച മുടിയൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പുറകിലെ മുടിയൊക്കെ മുന്നിൽ വന്ന് എൻ്റെ മുഖമൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി ഗൈസ്. ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ. ഒരു പ്രേത സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാകുമ്പോൾ ആർട്ടിഫിഷ്യൽ കാറ്റിൻ്റെ ആവശ്യമില്ല, പ്രകൃതിദത്തമായ കാറ്റ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. എന്നെ കാണുമ്പോൾ കുർത്തി ലെഗിന് വിട്ട് ഒരു പ്രേതം നടന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഫൈനലി ഞങ്ങൾ കോട്ടക്കകത്ത് കയറാൻ തീരുമാനിച്ചു. കോട്ടയ്ക്ക് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുന്നു പോലൊരു വഴിയുണ്ട്. അത് വഴി വേണം നമുക്ക് അകത്തോട്ടേക്ക് കയറാൻ. കോട്ടയുടെ ഫ്രണ്ടിലെത്തുമ്പോഴേക്കും നമുക്കൊരു വലിയ പ്രതിമ കാണാൻ സാധിക്കും. ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ പ്രതിമയാണത്. ഇത് കോട്ടയുടെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. ഈ പ്രതിമ സൂചിപ്പിക്കുന്നത് ശിവജി മഹാരാജാവിൻ്റെ ധീരതയെയും രാജ്യസ്നേഹത്തെയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും സംഭാവനകളും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കോട്ട. ഇവിടെ വരുന്നവരെല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു. മുഗൾ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മറാഠ സാമ്രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഭരണാധികാരിയായിരുന്നു ഛത്രപതി ശിവജി. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യൂവിൽ പോലും ആ ധീരത റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് കോട്ടയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഗൈസ്, ഇതിൻ്റെ 2 വശങ്ങളിലുമായിട്ട് ഇവർ ഗാർഡൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗാർഡനൊക്കെ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവേ. നല്ല വെയിലായിരുന്നു അവിടെ.
പക്ഷേ ആ കാറ്റിൻ്റെ ആ ഒരു തണുത്ത ഒരു കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് ഒട്ടും വെയിലിൻ്റെ കാഠിന്യം മനസ്സിലായിട്ടില്ല. കോട്ട മുഴുവൻ ചുറ്റിക്കറങ്ങി കാണുവാനായി ഇതിൻ്റെ സൈഡിലായിട്ടൊരു വാക്ക് വേ ഉണ്ട്. അതിലേക്കൂടി നടന്ന് നമുക്ക് ആ കംപ്ലീറ്റ് കോട്ടയുടെ എല്ലാ ഭാഗവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുന്നും മലയും പുഴയും താഴ്വരയും ഒക്കെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ കോട്ട ഒരു നിരീക്ഷണ പോയിൻ്റാണെന്ന് പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. എല്ലാ സ്ഥലവും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ മതിലിൻ്റെ അടിയിലൊക്കെ ഹോൾസ് ഉണ്ട് കേട്ടോ. അതിലെ കൂടിയായിരിക്കും ഇവർ ഒളിഞ്ഞിരുന്ന് നോക്കിയിട്ടുണ്ടാവുക എനിമീസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഇതിനകത്തൊരു ടെമ്പിളും കൂടിയുണ്ട്. ഇവിടെ വരുന്നവരെല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെയുള്ള ഈ കാറ്റ് പോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ആ വെയിലിന് നമുക്കൊരു വെയിലായി തോന്നിയതേ ഇല്ല. കാരണം കാറ്റിൻ്റെ ഒരു ഇത് കൊണ്ടായിരിക്കാം നമുക്ക് ആ വെയിലൊരു പ്രശ്നമേ അല്ലാത്ത പോലെ തോന്നിയത്. കുട്ടികളൊക്കെ ബാറ്റും ബോളൊക്കെ ആയി വന്നിട്ട് ഇവിടുന്ന് കളിക്കുന്നതായിട്ട് കാണാം. കുറച്ച് പേര് ഫുഡൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ചെറിയൊരു സ്വീറ്റ്സ് കടയുണ്ട്. ഇവിടെ നമുക്ക് സ്വീറ്റ്സൊക്കെ മേടിക്കാം. ഞങ്ങൾ മേടിച്ചത് ഒരു പാക്കറ്റ് തേനുണ്ടയായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ അതിന് തേനുണ്ടെന്നാണ് പറയുക. നിങ്ങൾ എന്താണ് ഇതിന് പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇതാണ് കേട്ടോ പുറത്തേക്ക് പോകേണ്ട വഴി. ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ് തേനുണ്ട. തേനുണ്ട ലവേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങി. ഞങ്ങളിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മര്യാദക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതിൻ്റെ റിയാക്ഷനാണ് ഏട്ടൻ ഇപ്പോൾ കാണിച്ചത്. ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. സൈഡിലായിട്ട് ഐസ്ക്രീം വിൽക്കുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ 2 കോൺ ഐസ്ക്രീം മേടിച്ചു. അങ്ങനെ ഞങ്ങൾ കാറിനകത്തിരുന്ന് കോൺ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഓക്കെ, ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.